ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. വളരെ ചിലവ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. മാത്രമല്ല ഒട്ടും എണ്ണ പോലും വേണ്ട കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ പകുതി കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഓരോ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ എന്തായാലും ഇത് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് വേറെ ടേസ്റ്റ് ചെയ്യാറ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിത് ക്യാരറ്റ് വേവിച്ചെടുക്കാൻ എടുത്തിരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കേട്ടോ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നതിന് പകരം മൈദപ്പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ. നമ്മളിത് ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടി ചേർത്തെടുക്കാം. അപ്പോൾ 1 കപ്പ് പൊടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ക്യാരറ്റിൻ്റെ നനവിൽ നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണേ. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ചുകൂടെ പൊടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഞാൻ 1.5 കപ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഇവിടെ ഞാൻ 2 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ടെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ഇട്ടെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്തെടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ള് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മാവ് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഓരോ നാരങ്ങ വലുപ്പത്തിലുള്ള ഓരോ ഉരുളകളാക്കി എടുക്കാം കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അത് ബാക്കിയുള്ള നമുക്ക് ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുക്കാം. ഇനി പത്തിരി പരക്കുമ്പോൾ നമുക്ക് കുറച്ച് അതിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഓരോ ഉരുളി ഇതുപോലെ വെച്ചെടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഓരോ ഫില്ലിങ് വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പാട്ടം എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഞാൻ വാഴൻ്റെ ഇലയിൽ വെച്ചിട്ടാട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കണത്. അപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് വെച്ചെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് 5 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. നമ്മൾ വാഴയിലൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മൾ മാവിൽ ഏലക്കായും അതേപോലെ തന്നെ ക്യാരറ്റൊക്കെ ചേർത്തിട്ടുണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വിഭവമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.